നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അപ്പോൾ ഇന്ത്യക്കൊരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. മുട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര പണിയാണ് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. അതായത് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ തോൽപ്പിച്ചത് 1-2 റൺസിനല്ല, 107 റൺസിനാണ് സിംബാബ്വെ തോൽപ്പിച്ചത്. അപ്പോൾ റൺ റേറ്റ് വളരെ പരിതാപകരമാണ്. ഇനി എങ്ങനെ ഈ റൺ റേറ്റിനെ ഇന്ത്യ മറികടക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആണ് ഇപ്പോൾ ടേബിളിൽ 1-ാം സ്ഥാനം, +5 ആണ്. ഒമാറ റൺ റേറ്റ് +5 ആണ്. സൗത്ത് ആഫ്രിക്കയുടെ +3 ആണ്. ഇന്ത്യയുടെ -3 ആണ്. സിംബാബ്വെ നമുക്ക് വിടാം. സിംബാബ്വെ ഇനി കയറണമെങ്കിൽ വളരെ പാടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എങ്ങനെ സിംബാബ്വെ ഈ പറയുന്ന ഇന്ത്യ സെമിയിലേക്ക് കടക്കും? സെമിയിലേക്ക് കടക്കണമെങ്കിൽ എന്തൊക്കെ സിനാരിയോയിൽ കടക്കാം? എത്ര മാർജിന് ഇന്ത്യ ജയിക്കേണ്ടതായിട്ട് വരും? ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർജിന് ജയിക്കണം? സെക്കൻഡ് ബാറ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ എത്ര മാർജിന് ജയിക്കണം? ഇതൊക്കെ ഭയങ്കര വിഷയമാണ്. അത് നമുക്ക് നോക്കാം. എന്താണ്, എത്ര മാർജിന് ഇന്ത്യ ജയിക്കണം ഫസ്റ്റ് ബാറ്റിംഗിന് കിട്ടിയാൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്കിവിടെ ഇന്ത്യക്ക് ഒരേ ഒരു പ്ലസ് പോയിന്റേ ഉള്ളൂ. അതായത് ഇന്ത്യ ജയിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. എന്താണ്? ഒന്നാമത്തെ കേസ്, ഇന്ത്യ 2 കളിയും ജയിക്കണം എന്നുള്ളതാണ്. സിംബാബ്വെ ആയാലും വെസ്റ്റ് ഇൻഡീസ് ആയാലും കിട്ടുന്ന ടീം തന്നെയാണ്. 2 കളിയും ഇന്ത്യ ജയിച്ചിരിക്കണം. എത്ര മാർജിൻ എന്നുള്ളത് അടുത്തത്. അത് 2 കളി ജയിക്കണം. അല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ളത് മറ്റൊന്നുമല്ല, സൗത്ത് ആഫ്രിക്ക 2 കളിയും ജയിക്കുക. ഇന്ത്യ 2 കളി ജയിച്ചാൽ മാത്രം പോരാ, സൗത്ത് ആഫ്രിക്ക 2 കളി ജയിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റൺ റേറ്റ് ഒന്നും നോക്കാതെ ഇന്ത്യ ജയിച്ചാൽ മാത്രം മതിയാകും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസിന്റെ ഫോം അനുസരിച്ച് സൗത്ത് ആഫ്രിക്ക മുഖ്യമാരവന്മാരൊന്ന് തോൽപ്പിക്കാനാണ് ചാൻസ്. സൗത്ത് ആഫ്രിക്ക തോറ്റാലോ? സൗത്ത് ആഫ്രിക്ക ഓൾറെഡി ഒരു കളി ജയിച്ചിട്ടുണ്ട്. പിന്നെ സിംബാബ്വെ ആയിട്ടുള്ളതാണ് കളി വരുന്നത്. അതൊരു അവന്മാർ ജയിക്കുമെന്ന് കരുതി കഴിഞ്ഞാൽ വീണ്ടും എല്ലാവർക്കും ഈ 4 പോയിന്റ് വീതം വരും. അപ്പോഴും നമുക്ക് മറികടക്കേണ്ടത് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ പോയിന്റ് അല്ല. നമുക്കപ്പോൾ മറികടക്കേണ്ടത് സൗത്ത് ആഫ്രിക്കയുടെ പിന്നെന്താ നെറ്റ് റൺ റേറ്റ് ആണ് മറികടക്കാനുള്ളത്. ഇന്ത്യയുടെ ഒരു പ്ലസ് പോയിന്റ്, ഇന്ത്യയുടെ ഒരു പിന്നെ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കേണ്ടത് സൗത്ത് ആഫ്രിക്ക 2 കളിയും തോക്കുക എന്നുള്ളതാണ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ക്രിക്കറ്റ് ആണ്, പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ഒരു പ്ലസ് പോയിന്റ്, ഇന്ത്യയുടെ കളി നടക്കുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി ചെന്നൈയിൽ വെച്ചാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ട് വൈകിട്ട് 7 മണിക്കാണ് കളി. അന്നേ ദിവസം 3 മണിക്കാണ് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള കളി. അപ്പോൾ ഇന്ത്യയുടെ കളി തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് ആവശ്യം? സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചോ, ഇനി വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചോ, അങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർജിന് ജയിക്കണം, മനസ്സിലായോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് ഇന്ത്യയുടെ ആ കൂടിയുള്ള പ്ലസ് പോയിന്റ്. അതായത് സിംബാബ്വെയുടെ കളി വെസ്റ്റ് ഇൻഡീസിന് മുമ്പാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ ഏറ്റവും ലാസ്റ്റ് കളിയുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയുടെ ലാസ്റ്റ് കളി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഇന്ത്യക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇതെല്ലാം കണക്ക് കൂട്ടിയൊക്കെ നമുക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യം 2 കളി ജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെ ജയിക്കണം? ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർജിന് ജയിക്കണം? സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ എത്ര ഓവറിൽ ജയിക്കണം എന്നുള്ളത് പലയിടത്തും പല കണക്കുകളും പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മുടെ എടുത്ത് ചോദിച്ചു എന്താണ് കാര്യം, എങ്ങനെ ജയിക്കാം? അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുക, 200 കൂടുതൽ റൺസ് അടിക്കുക. 240 റൺസോ അടിക്കുക. മനസ്സിലായോ? 240 റൺസിനകത്ത് വെച്ച് അടിക്കുക. എന്നിട്ടൊരു 80 റൺസിൽ കുറയാതെ എതിർ ടീമിനെ തോൽപ്പിക്കുക, അതായത് സിംബാബ്വെ തോൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ റൺ റേറ്റ് നല്ല രീതിയിൽ കയറി വരും. മനസ്സിലായോ? ഒരു 80 റൺസിന്റെ മാർജിനിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ റൺ റേറ്റ് എന്ത് ചെയ്യും? ഇന്ത്യക്ക് നല്ല രീതിയിൽ കയറി വരും. അത് എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ. ഇനി സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലോ? സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ അവന്മാർ എത്ര അടിച്ചാലും ഇന്ത്യ 12-13 ഓവറിനുള്ളിൽ അത് ചേസ് ചെയ്യുക. അവന്മാർ എത്ര അടിച്ചാലും 12-13 ഓവറിനുള്ളിൽ അത് ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇതാണ് ഇന്ത്യക്ക് സെമിയിലോട്ട് കടക്കണമെങ്കിൽ ചെയ്യാനുള്ള കാര്യം. മനസ്സിലായോ? ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ 200 കൂടുതൽ റൺസ് അടിക്കുക, 80 റൺസിന് തോൽപ്പിക്കുക. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക? എത്ര അടിച്ചാലും 12-13 ഓവറിനകത്ത് ഇത് ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ആണോ നല്ലത്, സെക്കൻഡ് ബാറ്റിംഗ് ആണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബാബ്വെ ആയിട്ടാണ് കളി. അപ്പോൾ ഒരു കണക്കിന് സെക്കൻഡ് ബാറ്റിംഗ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിംബാബ്വെ ഒരു 100-130 എറിഞ്ഞ് തള്ളിയിട്ടിട്ട് അവിടെ എന്ത് ചെയ്യുക? വന്നിട്ട് അടിക്കുക, അങ്ങോട്ട് അടിക്കുക തുടങ്ങുക. ഒരു 10 ഓവറിൽ നമ്മൾ 200 അടിച്ചതേ ഉള്ളൂ 10-12 ഓവറിൽ, അല്ലേ? ഇവിടെ ഈ പറയുന്ന ന്യൂസിലൻഡിനെതിരായിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യം തന്നെ, അടിച്ചടിക്കും എന്നുള്ളതാണ്. ശരി, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത മറ്റൊരു വിഷയം നമുക്ക് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ സിനാരിയോ. ഇങ്ങനെ വന്നാൽ ഇന്ത്യക്ക് കയറാം. ഇന്ത്യക്ക് ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല.
ഇന്ത്യക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അത് ദൈവമായിട്ട് അറിഞ്ഞു കൊടുത്തൊരു ചാൻസ് ആണ്. ഇന്ന് ഇന്നതൊക്കെ വേണമെങ്കിൽ ജയിച്ചോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സിംബാബ്വേയുമായിട്ടുള്ള കളിയിൽ, സിംബാബ്വേയും ഇന്ത്യയുമായിട്ടുള്ള കളി നടക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ നമുക്കറിയാം സ്പിൻ പിച്ചാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഹർഷദീപ് സിംഗ് നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു ബൗളറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ വിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് കുൽദീപ് യാദവിനെ, സ്പിൻ പിച്ചായതുകൊണ്ട് കുൽദീപ് യാദവിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. കുൽദീപ് യാദവിനെ എനിക്ക് തോന്നുന്നു സിംബാബ്വെ ഇതിലേക്ക് കളിച്ചിട്ട് കൂടിയില്ലെന്നാണ്. സിംബാബ്വെയൊക്കെ പണ്ടൊക്കെ കളിച്ചതാണ്. അതിനുശേഷം കുൽദീപ് യാദവിനെ വലുതായിട്ട് അവരെ കളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ കുൽദീപ് യാദവ് വന്നു കഴിഞ്ഞാൽ കുറച്ച് വിക്കറ്റ് എടുക്കും എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ കുൽദീപ് യാദവിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമുക്ക് നല്ല മാർജിനിൽ ജയിക്കണം. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ കുറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. രണ്ട്, ഹർഷദീപ് സിംഗിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹർഷദീപ് സിംഗ് നമ്മുടെ ഓപ്പണിംഗ് സ്പെല്ലിലൊക്കെ എടുക്കുന്ന വിക്കറ്റ് അത് നിർണായകമാണ്. ഓപ്പണിംഗ് സ്പെല്ലായിക്കോട്ടെ, ഡെത്ത് ഓവേഴ്സിലായിക്കോട്ടെ, ഹർഷദീപ് സിംഗ് നല്ല രീതിയിൽ ബോൾ എറിയുന്നുണ്ട്. അപ്പൊ അവനെ മാറ്റിക്കൊണ്ട്, അതായത് നമ്മുടെ പാകിസ്ഥാനെതിരെ എങ്ങനെയായിരുന്നു അതേ ടീം. അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് ഈ പറയുന്ന ഹർഷദീപ് സിംഗിനെ മാറ്റിക്കൊടുത്ത് അവിടെ നമ്മുടെ പാണ്ഡ്യ ഫസ്റ്റ് ഓവർ എറിയുന്നു എന്നുള്ളതാണ്. ഹർഷദീപ് സിംഗിന്റെ ആ ഒരു ആ ഒരു ഗ്യാപ്പ്, ഹർഷദീപ് സിംഗ് ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് പാണ്ഡ്യക്ക് ഈ പറഞ്ഞതുപോലെ നികത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളതാണ്. അപ്പൊ അതും അങ്ങനെ ഒരു സംഭവമായിട്ട് കിടക്കുന്നുണ്ട്. മിക്കവാറും ഈ പറയുന്ന കുൽദീപിനെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഒരു ബാറ്റ്സ്മാനെ മാറ്റിക്കൊണ്ടാണോ ഒരു ബൗളറെ മാറ്റിക്കൊണ്ട്, ഞാൻ പറഞ്ഞത് അങ്ങനെ ബാറ്റ്സ്മാനെ മാറ്റിക്കൊണ്ട് വരേണ്ട, ഒരു ബൗളറെ മാറ്റിക്കൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അത് ഹർഷദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇവനെ കൊണ്ട് എറിയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവൻ ഓപ്പണിംഗ് സ്പെല്ലൊക്കെ നല്ല രീതിയിൽ എറിഞ്ഞ് പാകിസ്ഥാനെതിരെ ഇവിടെയും എറിയുമെന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം സ്പിൻ പിച്ചാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്പിന്നർ ഉണ്ടാവുന്നത് നമുക്ക് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു മാറ്റങ്ങളുണ്ടല്ലോ, ഇന്നലെ പറഞ്ഞ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഏതാണ്? തിലക് വർമ്മയെ മാറ്റുക, ഈ പറയുന്ന നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ വേസ്റ്റ് മാറ്റുക. ഈ രണ്ട് വഴികളെയും മാറ്റണം. അന്നൊരു മാറ്റമില്ല. അതുമല്ല, എന്താണ് നമ്മുടെ സഞ്ജു സാംസനെ കൊണ്ടുവരിക. സഞ്ജു സാംസനെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഓപ്പണിംഗ് തന്നെ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ പല ഇതിലും പറയുന്നുണ്ട് സഞ്ജു സാംസണും ഈ പറയുന്ന അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് നമ്മുടെ പിന്നെ ഇവനെ ഇഷാന്ത് കിഷനെ 1 ഡൗൺ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളത്. അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്പണിംഗിൽ നിന്ന് കുറെ കളി കൊണ്ട് ടക്കായത് കൊണ്ട് ഒരു ചെറിയ മനസ്സിനൊരു പേടി അഭിഷേക് ശർമ്മയ്ക്ക് ഉണ്ടാവും. ആ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഓപ്പണിംഗിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഒക്കെ വരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു ചേഞ്ച് ചെയ്താൽ മതി. എന്ത് ചെയ്യാം, ഇഷാന്ത് കിഷനോടൊപ്പം സഞ്ജു സാംസനെ ഓപ്പണിംഗ് ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ തിലക് വർമ്മയ്ക്ക് പകരം അവിടെ ആര് കൊണ്ടുവരിക, ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ഒരു വിഷയവുമില്ല. വളരെ സൂപ്പറായിട്ട് ഇന്ത്യ ജയിക്കും എന്നുള്ളതാണ്. സിംബാബ്വേയുടെ അടുത്ത് വിട്ട് നമ്മൾ ജയിക്കുമെന്ന് പറയും. പക്ഷെ ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് വലിയ പേടിക്കാനൊന്നും ഇല്ലടേ. വെസ്റ്റ് ഇൻഡീസിന് 1-2 പുട്ട് കേച്ചുകൾ അവരെ കളഞ്ഞു. അവരുടെ ബൗളിംഗ് നിരയല്ല നമ്മുടെ ബൗളിംഗ്. ബാറ്റിംഗ് നമുക്ക് ശരി, ഓക്കെ, നമുക്കൊരു കൺസേൺ ഉണ്ട്, നമുക്കൊരു പേടിയുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ ബൗളിംഗ് ഇന്ത്യ ഇപ്പോഴും കിടിലം തന്നെയാണ്. ബുംറയെ എന്നമാരെ മറ്റവന്മാർ അടിച്ചുമ്പോഴൊന്നും അടിക്കാനൊന്നും പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ പൊക്കിയിരിക്കും, അതൊക്കെ വേറെ വിഷയം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആരെ ഇറക്കണം? ഹർഷദീപ് സിംഗിനെ മാറ്റിയിട്ട് ഈ കുൽദീപ് യാദവിനെ ഇറക്കണോ, അതോ ഇനി ഒരു ബാറ്റ്സ്മാനെ മാറ്റിക്കൊണ്ട് കുൽദീപ് യാദവിനെ ഇറക്കണോ, അതോ കുൽദീപ് യാദവിനെ ഇറക്കണോ? എന്താണ് ഒരു അഭിപ്രായം? കമന്റ് നമുക്ക് കൊടുക്കണം. ജയ് ഹിന്ദ്.